മനുഷ്യ ജീവിതത്തിന്റെ അന്ത്യം ചെന്നു ചേരുന്നത് മരണത്തിനപ്പുറമുള്ള ലോകത്ത്. മരണത്തോടെ ഐഹിക ജീവിതം മാത്രമാണ് അവസാനിക്കുന്നത്. നിത്യമായിട്ടും ജീവിതം അവസാനിക്കുന്നില്ല. മരണത്തോടുകൂടി നമ്മളൊരു പുതിയ ജീവിതം തുടങ്ങുകയാണ്. അതാണ് ഇസ്ലാം പരിചയപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിശ്വാസം. ഖുർആൻ അതിനെ സംബന്ധിച്ച് പറഞ്ഞൊരു വാക്ക് ലഹിയൽ ഹയവാൻ, സാക്ഷാത് ജീവിതം എന്ന് പറയുന്നത് മരണത്തിനപ്പുറമുള്ള ആ ജീവിതമാണെന്ന് അള്ളാഹു അതിനെ സംബന്ധിച്ച് പറഞ്ഞു. ആ ജീവിതത്തിൽ മനുഷ്യൻ രണ്ട് അവസ്ഥകൾ ഖുർആൻ പറയുന്നുണ്ട്. ഒന്ന് ജീവിതം എന്ന് വിജയം എന്ന് നമ്മൾ പറയുന്ന സ്വർഗീയ അവസ്ഥ. രണ്ടാമത് പരാജയം, ഹുസ്റാനുൽ മുബീൻ, വ്യക്തമായ നഷ്ടം, പരാജയം എന്ന് അള്ളാഹു പറയുന്ന നരകീയ ജീവിതം. ഈ രണ്ടും മരണത്തിനപ്പുറമുള്ള ലോകത്ത് നമ്മൾ അനുഭവിച്ച് ഒന്നോ രണ്ടോ അനുഭവിച്ച് ഈ രണ്ട് അവസ്ഥകളിലേക്കും മനുഷ്യനെ ചെന്നെത്തിക്കുന്നത് അവന്റെ കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമതാണ്. നമ്മൾ ഈ ദുനിയാവിൽ എന്ത് ചെയ്യുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ പരലോകത്തെ രക്ഷയും ശിക്ഷയും നിലനിൽക്കുന്നത്. വെറുതെ നറുക്കെടുത്ത് ആളുടെ സ്വർഗത്തിലേക്ക് അനുഗ്രഹമാക്കില്ല. നമ്മൾ പറയുന്നത് പോലെ യോഗ്യഭാഗ്യത്തിന് എന്ന് പറഞ്ഞ് ആ സ്വർഗത്തിൽ നരകത്തിനും പോകില്ല. അള്ളാഹു അതിനെപ്പറ്റി പറഞ്ഞിരുന്ന കാര്യം ആർക്കെങ്കിലും കർമ്മങ്ങളുടെ ഭാരം കൊണ്ട് അവന്റെ തുലാസ് താഴ്ന്നു പോകുന്നുവെങ്കിൽ അവൻ സന്തുഷ്ടമായ ജീവിതത്തിലായി. അവൻ ആരുടെയെങ്കിലും തുലാസ് ഭാരം തൂങ്ങാതിരുന്നാൽ, സൽക്കർമ്മങ്ങൾ കൊണ്ട് ഭാരം തൂങ്ങാതിരുന്നാൽ അവൻ നരകമായിരിക്കും അവർക്ക് സങ്കേതമെന്ന് ഖുർആൻ പറഞ്ഞു. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, മരണത്തിന് ശേഷമുള്ള ജീവിതം ഉറപ്പാണ്. അവിടെ ഒന്നുകിൽ സ്വർഗം അല്ലെങ്കിൽ നരകം, രണ്ടും ഉറപ്പാണ്. അതൊരു യോഗ്യഭാഗ്യത്തിന് കിട്ടുന്നതല്ല. ഏതെങ്കിലും ഒരു കാരണങ്ങളൊന്നും കിട്ടില്ല. നമുക്ക് പറയുന്ന കുറെ കാരണമല്ല, ഒരൊറ്റ കാരണമാണ് അതിനുള്ളത്. നമ്മുടെ ഇഹലോകത്തെ കർമ്മങ്ങൾ വിലയിരുത്തിയിട്ട് അതിന് സ്വർഗത്തിൽ പോകാൻ അർഹതയുണ്ടെങ്കിൽ അവൻ പോകാം, നരകത്തിലാണെങ്കിൽ നരകത്തിൽ പോകാം എന്നതാണ് വിഷയം. ഇതിന്റെ സ്വാഭാവിക പരിണാമം നമ്മൾ സൽക്കർമ്മങ്ങൾ ദുനിയാവിൽ നിന്ന് ചെയ്തേ പറ്റൂ എന്നാണ്. ചെയ്യുക എന്നതല്ല, ചെയ്യുന്നത് സൽക്കർമ്മങ്ങളായിരിക്കണം എന്നതാണ്. ആ സൽക്കർമ്മങ്ങളായിരിക്കുക എന്നതാണ് പ്രധാനം. പലർക്കും വരുന്ന വളരെ പ്രയാസകരമായ ഒരു അവസ്ഥ ആയത്തുൽ ഹദീസ് നമ്മൾ പരിചയപ്പെടുന്നു. അതിലൊന്ന്, പല അവസ്ഥകളുണ്ട്. അതിലൊന്ന് പരലോകത്ത് നമ്മുടെ കർമ്മങ്ങൾ തൂക്കുന്ന ഒരു രംഗമാണ്. നിങ്ങളൊക്കെ മനസ്സിലൊരു ഭാവിക്കാവുന്നതാണ്. പണ്ടത്തെ അനുഭവമാണ്, ഭാവിക്കാനേ കഴിയും. അള്ളാഹു പറഞ്ഞതനുസരിച്ച് നമ്മൾ ഓരോരുത്തരെയും അള്ളാഹു വിചാരം കൊണ്ടുവരും. എല്ലാം ഓരോരുത്തരെയും കൊണ്ടുവരും. നമ്മുടെ കർമ്മങ്ങളെ തൂക്കി നോക്കിയിട്ടാണ് അതിന്റെ ഫലം വിലയിരുത്തുന്നത്. ആ കർമ്മങ്ങൾ തൂക്കുന്ന രംഗം നമ്മൾ മനസ്സിൽ കണ്ടു നോക്കും. നമ്മളുടെ കർമ്മങ്ങൾ തൂക്കുന്നത് നമ്മൾ നോക്കിയിരിക്കുകയാണ്. നമ്മുടെ മനസ്സിടറി പോകുന്ന, കൈകാലുകൾ വിറച്ചു പോകുന്ന അതീവ ഭീകരമായ ഒരു രംഗമായിരുന്നു നമ്മുടെ കർമ്മങ്ങൾ ഇങ്ങനെ നോക്കുന്ന അവസ്ഥ. എന്തായിരിക്കും മനസ്സിലുണ്ടാകുന്ന ഭാവന? നമ്മുടെ തുലാസ് തൂങ്ങുമോ അതോ തൂങ്ങാതിരിക്കുമോ? സൽക്കർമ്മങ്ങൾ കൊണ്ട്
അതിങ്ങനെ മുന്നിൽ കാണുന്ന രംഗം ആലോചിച്ചു നോക്കുക. അവന് തുലാസിൽ തൂങ്ങുകയാണോ അതോ തൂങ്ങാതിരിക്കുകയാണോ ചെയ്യുന്നത് എന്നിങ്ങനെ നോക്കി നിൽക്കുന്ന രംഗം നമ്മളൊക്കെ അഭിമുഖീകരിക്കേണ്ടി വരുന്നതാണ്. കടുത്ത ഞെട്ടലും പ്രയാസവും ഉണ്ടാക്കുന്ന കാര്യമാണ്. ഖുർആൻ അതിനെ സംബന്ധിച്ച് പറഞ്ഞു നോക്കുന്നത് യാ ബുനയ്യ ഇന്നക മിസ്കാല ഹബ്ബത്തിൻ മിൻ ഖർദലി ഫതകുൻ ഫി സഹറത്തിൻ ഔ ഫി സമാവാതി ഔ ഫിൽ അർദ് യഅതി ബിഹാ അല്ലാഹ് ഇന്നല്ലാഹ ലതീഫുൻ ഖബീർ. ലുഖ്മാൻ അല്ലാഹു മകനെ ഉപദേശത്തിന്റെ കൂട്ടത്തിൽ വന്നാണ്, മോനെ, കുഞ്ഞു മോനെ, നീ ചെയ്യുന്ന ഒരു കാര്യം മിസ്കാല ഹബ്ബത്തിൻ മിൻ ഖർദലി, ഒരു കടുകുമണിയുടെ തൂക്കമാണുള്ളത്. നിസ്സാര വസ്തു എന്നർത്ഥം. അത്രയൊന്നും എങ്കിൽ പോലും പരലോകത്ത് അല്ലാഹു കൊണ്ടുവരും. നമ്മളത് ശാന്തമായിട്ട് ആലോചിക്കേണ്ട ഒരു കാര്യം. അത് കൊണ്ടുവരുന്നതിനെ പറഞ്ഞു പോയാൽ പോരാ. നമ്മളുടെ വളരെ നിസ്സാരമായ കാര്യം പോലും പരലോകത്ത് അല്ലാഹു കൊണ്ടുവരും. അത് ഖുർആൻ പറയുന്നത് ഒരു പാറക്കകത്താണ്. നമുക്കറിയാവുന്ന ഒരു വസ്തു, കാഠിന്യമുള്ള ഒരു വസ്തു, അതിനകത്താണ് ആ സംഗതി ഇരിക്കുന്നത്. അല്ലെങ്കിൽ ഉപരിലോകത്ത് എവിടെയെങ്കിലും അനന്തമാണ് ആ ലോകം. എവിടേക്ക് നമുക്ക് എത്താൻ കഴിയുമെന്ന് അറിയില്ല. അതിലെവിടെയാണെങ്കിലും ശരി, ആകാശലോകത്ത് മനുഷ്യൻ താമസിക്കുന്നത് ഇപ്പോൾ സ്പേസിൽ സെറ്റിലുണ്ടാക്കി താമസിക്കുന്ന കാലത്താണ്. അവിടെയാണെങ്കിലും ശരി, അല്ലെങ്കിൽ ഭൂമിയിലെ ഏതെങ്കിലും അഗണ്യമായി നിൽക്കുന്ന ഒരു കോണിലാണെങ്കിലും ശരി, അള്ളാഹു സൂക്ഷ്മമായിട്ട് കാര്യങ്ങൾ അറിയുന്നവരാണ്, നോക്കിക്കാണുന്നവരും വിലയിരുത്തുന്നവരൊക്കെയാണ്. ഇതാണ് നമ്മുടെ ഒരു അവസ്ഥ. ആ കർമ്മങ്ങളാണ് അള്ളാഹു പരലോകത്ത് കൊണ്ടുവന്ന് നോക്കുന്നത്. എങ്ങനെയായിരിക്കും ആ നോക്കുന്ന അവസ്ഥ നമുക്കറിയില്ല. പണ്ഡിതന്മാർ അത് വിലയിരുത്തിയ 3 രൂപത്തിലുള്ള തൂക്കങ്ങൾ നടക്കുന്നതാണ്. അതിലൊന്ന് നമ്മുടെ കർമ്മങ്ങൾ തന്നെ, വാക്കു വിചാര കർമ്മങ്ങൾ എല്ലാം ഉണ്ട്. ആ കർമ്മങ്ങൾ തന്നെ അള്ളാഹു തൂക്കുമെന്നാണ് തുലാസിൽ തൂക്കി കണക്കാക്കി നമ്മൾ ബോധ്യപ്പെടുന്നത്. നമ്മൾക്കത് വിലയിരുത്താൻ കഴിയില്ല. കാരണം എങ്ങനെയാണ് കർമ്മങ്ങൾ തൂക്കുന്നത്? നമ്മൾ പറഞ്ഞത് തൂക്കണം, നോക്കിയത് തൂക്കണം, മനസ്സിലെ ഭാവനകൾ തൂക്കണം. നമ്മൾ ചെയ്തതും വാക്ക് വിചാര കർമ്മങ്ങളൊക്കെ എല്ലാം നമ്മൾ കർമ്മങ്ങളായിട്ട് തന്നെ തൂക്കുമെന്നാണ്. എന്നിട്ട് അതിന് ഭാരം കിട്ടണം. ഭാരം കിട്ടുന്നത് എങ്ങനെ? കുറെ ചെയ്തത് കൊണ്ടല്ല. ഏറ്റവും നന്നായിട്ട് അത് ചെയ്തത് നോക്കാൻ, അങ്ങനെ പരീക്ഷണമാണ്. നല്ല കർമ്മങ്ങൾ തൂങ്ങുന്നത് കുറെ ചെയ്തത് കൊണ്ടല്ല, ആ ചെയ്തതിന്റെ അകക്കാമ്പ് നോക്കിയിട്ടാണ് ഭാരം തൂക്കുന്നത്. ഉൾക്കാമ്പുണ്ടോ എന്ന് നോക്കിയിട്ടാണ്. നല്ല ഈമാനി വിലാസങ്ങളുടെ കർമ്മമാണ്. അത് നല്ല ഭാരം കിട്ടുന്നത്, എത്ര ചെറുതാണെങ്കിൽ. അതാണ് ഒരു ഭാവം, നമ്മുടെ കർമ്മങ്ങൾ തന്നെ. രണ്ടാമത് തൂക്കാൻ സാധ്യതയുള്ള ഒരു സംഗതി നമ്മളെ തന്നെ കർമ്മങ്ങൾ ചെയ്ത മനുഷ്യരെ തൂക്കുമെന്നാണ്. ചില വാക്കുകളുടെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ വിലയിരുത്തിയതാണ്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് എന്ന് പറയുന്ന സഹാബി, അദ്ദേഹം മഹാപണ്ഡിതനായിരുന്നു. സഹാബിയുടെ ഇബ്നു അബ്ബാസ്, ഇബ്നു മസ്ഊദ് പറയുന്നത് ആ ഗ്രേഡിലുള്ള ആളാണ്. അദ്ദേഹത്തിന്റെ ഈ കാറ്റടിച്ച സമയത്ത് അദ്ദേഹത്തിന്റെ കണങ്കാലിൽ നിന്ന് മുണ്ടിങ്ങനെ തുണിങ്ങനെ നീങ്ങിയപ്പോൾ വളരെ ശോഷിച്ച മെലിഞ്ഞ ശരീരമാണ്. അതുകൊണ്ട് ചില ആളുകൾ ഞാൻ തമാശയിൽ ചിരിച്ചു, നിങ്ങൾ എന്തിനാ ചെയ്യിക്കുന്നത്? അദ്ദേഹത്തിന്റെ ശോഷിച്ച മെലിഞ്ഞ ശരീരം കണ്ടിട്ടാണ്. റസൂൽ പറഞ്ഞൊരു വാക്ക്, ആ കാലുകളൊക്കെ പരലോകത്തെ തുലാസിൽ വലിയ ഭാരം കൊണ്ടുന്ന കാലുകളാണ്. അപ്പൊ ആ പണ്ഡിതന്മാർ ചെന്ന് വിലയിരുത്തുന്നത് മനുഷ്യനെ തൂക്കാം. അത് ശരീരത്തിന്റെ വലുപ്പം നോക്കിയിട്ടല്ല, ഭാരിച്ച ശരീരം ഉണ്ടായതുകൊണ്ടല്ല. ആ ശരീരം ഉപയോഗിച്ചാണല്ലോ അയാൾ ഈ സൽക്കർമ്മങ്ങളൊക്കെ ചെയ്തത്. ആ സൽക്കർമ്മങ്ങൾ ആ ഭാരത്തെ തൂങ്ങുന്ന ശരീരമായി മാറും. മൂന്നാമതൊരു സാധ്യത പറയുന്നത് രൂപങ്ങൾ പറഞ്ഞതാണ്. സഹീഫത്തുൽ അഅ്മാൽ, നമ്മൾ ചെയ്ത കർമ്മങ്ങളുടെ ഏടുകളുണ്ട്. അയാൾക്ക് മനസ്സുമൊക്കെ പറഞ്ഞിരുന്നു നമ്മളുടെ കൃത്യമായി രേഖപ്പെടുത്തുന്ന ഏടുകളുണ്ട് എന്നാണ്. ആ ഏടുകൾ തൂക്കാം. ഏത് തൂക്കലായിരുന്നാൽ
അതിന്റെ ഭാരം സൽക്കർമ്മത്തിന്റെ ഭാരം കൊണ്ട് തൂങ്ങിയെങ്കിലേ നമുക്ക് പരലോകത്ത് രക്ഷപ്പെടാൻ കഴിയും. ചെയ്തതിന്റെ വലുപ്പം ആധിക്യമല്ല, വ്യാപ്തിയല്ല, എത്ര ചെറുതാണെങ്കിലും അതിനകക്കാമുണ്ടോ എന്നതാണ് പ്രശ്നം. നല്ല ഉൾക്കാമുള്ള കർമ്മങ്ങളാണോ എന്നതാണ് പ്രശ്നം. അതുണ്ടാകുന്നത് നല്ല ഈമാനിക വിശ്വാസം ഉണ്ടാകുന്നത് മാത്രമാണ്. അപ്പൊ നമ്മുടെ അങ്ങേയറ്റം ഭയപ്പെട്ടു പോകുന്ന സംഭവമാണ് കർമ്മങ്ങൾ തൂക്കുക എന്നത് ഇന്ന് ആ ദിവസം യാഥാർത്ഥ്യമായ സംഗതിയാണ്. അപ്പൊ മനുഷ്യൻ തന്നെ നമുക്ക് തൂക്കങ്ങളും അളവുകളും ഒക്കെ എടുക്കാൻ പല മാനദണ്ഡങ്ങളുണ്ട് നമ്മുടെ കയ്യിൽ. മനുഷ്യനെ ആവിഷ്കരിച്ച ഗോളങ്ങളുടെ തൂക്കം നമ്മൾ പറയാറുണ്ട്. എവിടെയും തുലാസിൽ വെച്ച് തൂക്കിയിട്ടല്ല. ഗോളങ്ങൾ നമ്മുടെ അകലങ്ങൾ നമ്മൾ പറയാറുണ്ട്. ഇത്ര കിലോമീറ്റർ, ഇത്ര പ്രകാശ വേഗത, ഇത്ര പ്രകാശ ദൂരം എന്നൊക്കെ പറയും. ഇതിന്റെ എവിടെയും അളന്നോക്കി തൂക്കി പറയുന്നൊന്നുമല്ല, കണക്കൂട്ടി എടുക്കാൻ സംവിധാനം നമ്മൾ എടുത്തിട്ടുണ്ട്. അള്ളാഹുവിന്റെ ഈ കർമ്മങ്ങൾ തൂക്കാൻ അവന്റേതായ സംവിധാനം ഉണ്ടാകും. കർമ്മങ്ങൾ തൂക്കുക എന്നത് ഒരു വസ്തുതയാണ്, യാഥാർത്ഥ്യമാണ്. എന്നിട്ടാണ് അള്ളാഹു പറയുന്നത് ആരുടേതാണോ സൽക്കർമ്മങ്ങൾ കൊണ്ട് തൂക്കുന്നത് അവനാണ് വിജയിയായി മാറുന്നത്. ആ തൂക്കുന്ന രംഗമാണ് നമ്മുടെ പ്രയാസപ്പെടുന്നത്. ആരുടേതാണോ തൂക്കം കുറഞ്ഞു പോകുന്നത് അവരാണ് പരാജയപ്പെടുന്ന ആളുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, അല്ലാഹു റസൂൽ പറഞ്ഞത്, പരലോകത്തെ തുലാസിൽ ഏറ്റവും അധികം ഭാരം തൂങ്ങുന്ന വസ്തു, ഏറ്റവും ഭാരം തൂങ്ങുന്നത് എന്താണോ അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഖുലുഖുൽ ഹസൻ, നല്ല സ്വഭാവം. നമ്മൾ പറയുന്ന സൽ സ്വഭാവം, അതിന് നല്ല ഭാരം ഉണ്ടാവുന്നു. അസഭ്യങ്ങൾ പറയുന്നവനെയും മ്ലേച്ഛമായ വാക്കുകൾ പറയുന്നതിനെയും പെരുമാറുന്നവനെയും അല്ലാഹു അങ്ങേയറ്റം വെറുക്കുന്ന ആളാണ്. സഭ്യത ഇല്ലാത്ത വാക്കുകൾ പറയുക, വളരെ മ്ലേച്ഛമായ ഭാഷയിൽ സംസാരിക്കുക, മോശമായ ഇടപാടുകൾ നടത്തുക, അതൊന്നും ഹുസ്നുൽ നല്ല സ്വഭാവമല്ല. നല്ല സ്വഭാവമുള്ളവർക്കാണ് പരലോകത്തിൽ ഇഖ്ലാസുൽ തൂക്കം കൂടുന്ന ഒരു കാര്യം എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്താണ് ഈ നല്ല സ്വഭാവം? അത് പല മേഖല ഹുസ്നുൽ ഖുൽഖ് എന്നത് വളരെ വിശാലമായ ആശയമാണ്. അത് നമ്മൾ വിചാരിക്കുന്ന നല്ല സ്വഭാവമാണെന്ന് ഒരാളെ പറ്റി പറയുമ്പോഴുള്ള അർത്ഥം മാത്രമല്ല അതിനുള്ളത്. അയാൾ നല്ല സ്വഭാവമാണ് എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന നമ്മളുടെ ഇടപാടുകൾ നല്ല സ്വഭാവക്കാരനാണെന്നാണ്. അതെന്റെ ചെറിയ വൃത്തമാണ്. ഏതൊരു വിഷയത്തിൽ ഇടപെടുമ്പോൾ ചെറുതോ വലുതോ ആയ ഏത് വിഷയമായിരുന്നാലും, എന്തൊക്കെ മേഖലകളായിരുന്നാലും അവിടേക്ക് ഉചിതമായ രീതിയിൽ പെരുമാറുന്നതാണ് നല്ല സ്വഭാവം എന്ന് പറയുന്നത്. അല്ലെ നമ്മളോട് സംസാരിക്കുമ്പോൾ ഒരു വിനയം കാണിച്ചു സംസാരത്തിൽ അതിന്റെ ഭാഗം മാത്രമാണ്. ഹുസ്നുൽ ഖുൽഖ് എന്ന് പറയുന്നത് നമ്മൾ ഇടപെടുന്ന മേഖലകളിലൊക്കെയും, അതെന്ത് മേഖലയിൽക്കോട്ടെ, അവിടേക്ക് അതിനോട് ആ വിഷയത്തോട് ഏറ്റവും നല്ല സമീപനം നിലനിർത്തുക എന്നതാണ്. ആ സമീപനം നിലനിർത്തുന്ന ആളുകൾക്ക് പരലോകത്ത് അയാളുടെ കർമ്മങ്ങൾ അതിന്റെ പേരിൽ ഭാരം കൊള്ളുന്ന കർമ്മങ്ങളായി മാറുമെന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിന്റെ കൂടെ പറഞ്ഞത് സഭ്യതയില്ലാതെ സംസാരിക്കുന്നതും മ്ലേച്ഛമായി പെരുമാറുകയും സംസാരിക്കുന്നതൊക്കെ അള്ളാഹുവിന് അങ്ങേയറ്റം വെറുപ്പുള്ള കാര്യമാണ്. വേറെ വാക്കുകൾ കലിമത്താൻ ഖഫീഫത്താൻ അലൽ ലിസാൻ സഖീലത്താൻ ഫിൽ മീസാൻ, രണ്ട് വാക്കുകളാണ്. ആ രണ്ട് വാക്കുകൾ നാവുകൾക്ക് വളരെ ഭാരം കുറഞ്ഞതാണ്. വളരെ ഭാരം കുറവാണ്, പറയാൻ വളരെ എളുപ്പമാണ്. സഖീലത്താൻ ഫിൽ മീസാൻ, എന്നാൽ പരലോകത്തെ കർമ്മങ്ങൾ കൂട്ടുന്ന തുലാസിൽ നല്ല ഭാരം കൂട്ടുന്നതാണ്. ഏതാണത്? സുബ്ഹാനല്ലാഹ് വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അസീം. റസൂൽ പറയുന്നു സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്നതും സുബ്ഹാനല്ലാഹിൽ അസീം എന്നതും പറയാൻ വളരെ ലഘുവാണ്, നാവിന് ഭാരം കുറഞ്ഞതാണ്. പക്ഷെ ആ വാക്കുകൾക്ക് പരലോകത്ത് നല്ല ഭാരം ഉള്ളതാണ്. അങ്ങനെ കുറെ സുബ്ഹാനല്ലാഹ്
അൽഹംദുലില്ലാഹ് അല്ലാഹു ഒരു പാടില്ല പറയാം. നാവിന് വളരെ എളുപ്പമാണ്, പക്ഷെ പരലോകത്ത് ഇതിലൊക്കെ വലിയ ഭാരമാണ്. നമ്മൾ മല മറിക്കുന്നത് പോലെയുള്ള ഭാരം ജോലിയൊന്നും ചെയ്യണ്ട. ചെയ്യുന്ന കർമ്മങ്ങൾ വിശുദ്ധമായിരിക്കണം. അല്ലാഹു റസൂൽ പറഞ്ഞു, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്താൽ നമുക്ക് സ്വർഗ്ഗത്തിൽ പോകാം. ഇപ്പൊ നിങ്ങൾക്ക് നമസ്കാരം കഴിഞ്ഞു, നമ്മൾ 5 നേരം നിർബന്ധമായിട്ട് നമസ്കരിക്കുന്നത്. നമസ്കാരം കഴിഞ്ഞ് 2 മിനിറ്റ് ഇരുന്നാൽ നമുക്ക് സുബ്ഹാനല്ലാഹ് എന്ന് 33 തവണ ചെല്ലാം. റസൂൽ നിർദ്ദേശമാണ്. അൽഹംദുലില്ലാഹ് എന്നത് 33 തവണ ചെല്ലാം. അല്ലാഹു അക്ബർ ചെല്ലാം 33 തവണ. പൂർത്തീകരിക്കാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ് എന്നത് 100 പൂർത്തീകരിക്കാൻ ചെല്ലാം. എത്ര ഭാരമാണ്, അതൊരു ഭാരമില്ല. പക്ഷെ നമ്മളൊന്ന് ഇരുന്ന് ചെല്ലണ്ടേ ഒരു സ്ഥലത്ത്? നമസ്കാരം കഴിഞ്ഞ് അവിടെ ഇരുന്നത് ചെല്ലണം. അത് ചെല്ലിയാൽ നമുക്ക് പരലോകത്തേക്ക് വലിയ സമ്പാദ്യവുമായിട്ടാണ് നമ്മൾ പോകുന്നത്. നമ്മൾ വെറുതെ ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞതുപോലെയല്ല. പരലോകത്ത് കർമ്മങ്ങളുടെ സൽക്കർമ്മങ്ങളുടെ തുലാസ് ഭാരം ഒന്ന് എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി പഠിപ്പിക്കുന്നത്. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി സുബ്ഹാനല്ലാഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊക്കെ പറയുന്ന തസ്ബീഹും തഹ്ലീലുകളും തക്ബീറുകളും ഇതൊക്കെ അതിൽപ്പെട്ടതാണ്. അതൊക്കെ നമ്മൾ സൗകര്യം നോക്കും. നമസ്കാരം കഴിഞ്ഞിട്ട് ഇരുന്ന് നോക്കുക. ഒരു 2 മിനിറ്റ് ഇരുന്ന് ചെയ്യാൻ പരലോകത്തേക്ക് വലിയ സമ്പാദ്യവുമായിട്ട് പോകാൻ നോക്കും. അങ്ങനെ പരലോകത്തേക്കുള്ള ഈ സമ്പാദ്യങ്ങൾ നമ്മൾ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുക. നമ്മൾ ഏറ്റവും ആശങ്കപ്പെടുന്ന പരലോകത്തെ രംഗമാണ് നമ്മുടെ കർമ്മങ്ങൾ തൂക്കുന്ന ആ രംഗം. പൊട്ടിക്കരഞ്ഞു പോകും മനുഷ്യൻ നമ്മുടെ കർമ്മങ്ങളിൽ തൂക്കുന്ന രംഗത്ത്. കാരണം അയാൾക്ക് തിരിച്ചു പോകാൻ ഒരു അവസ്ഥയില്ല, തിരിച്ചു പോകാൻ ഒരു വിധിയില്ല, മരിച്ചു തീരുന്നില്ല. ചെയ്തത് മുഴുവനും മുന്നിൽ വന്നുകൊണ്ട് കർമ്മങ്ങൾ ഇങ്ങനെ രേഖപ്പെടുത്തുക. റസൂൽ ആയിഷ എന്ന് പറഞ്ഞൊരു വാക്യം കൂടി ചേർത്ത് നോക്കി നിങ്ങൾ. ആയിഷ ഈ നീ നരകത്തെ സൂക്ഷിക്കുക, കരുതുക. ഒരു ഈത്തപ്പഴത്തിൽ ഒരു ചീള് നൽകിയിട്ടാണ് നിങ്ങൾക്ക് ദാനം ചെയ്തിട്ടാണോ കഴിയുന്നെങ്കിൽ അത് കൊടുത്താലും നിങ്ങൾക്ക് നരകത്തിൽ രക്ഷപ്പെടാൻ കഴിയും. അത്രയായി. നല്ല കാര്യങ്ങൾ ഒന്നും നിസ്സാരമായി കാണരുത്. ഏറ്റവും ചെറുതാണെങ്കിലും നല്ല മനുഷ്യർക്ക് ചെയ്താൽ പരലോകത്തേക്ക് സമ്പാദിക്കും. വലിയതാണിത് തോന്നിയാൽ ആർക്കും ബോധ്യപ്പെടുത്തണ്ട. നമുക്ക് അള്ളാഹുവിൽ ബോധ്യപ്പെട്ടാൽ മതി. ഏറ്റവും നിസ്സാരമായ ചെറിയ കാര്യമാണ് തോന്നുന്നത്. ഉദാഹരിച്ചത് നിന്റെ കൂട്ടുകാരനെ കാണുമ്പോൾ സന്തോഷത്തോടു കൂടി ഒന്ന് പുഞ്ചിരിക്കുക. കൂട്ടുകാരനോട് കാണാത്ത പോലെ നടക്കുന്നതല്ല. മുഖം തിരിഞ്ഞൊക്കെ നമ്മൾ ചെയ്യുന്ന സ്ഥിരം പണികളാണ്. നേരെ മുഖം നോക്കാൻ നടക്കുക, കാണാത്ത പോലെ തിരിഞ്ഞ് നടക്കുക, അശ്രദ്ധമായിട്ട് പോവുക, കണ്ടാലും കാണാൻ ഒന്നുമല്ല. നല്ല പുഞ്ചി സന്തോഷത്തോടുകൂടി സമ്മാനിച്ചാൽ അതുപോലെ നിനക്ക് പരലോകത്തിൽ സൽക്കരണവുമായിട്ട് രേഖപ്പെടുത്തി വെക്കുന്നു. ഇങ്ങനെയുള്ള കുറെ നല്ല കാര്യങ്ങൾ പരലോകത്തെ സമ്പാദ്യമാക്കി നമ്മൾ മാറ്റി വെക്കണം. നമുക്ക് ഏറ്റവും വെപ്രാളമുണ്ടാക്കുന്ന, വല്ലാതെ അസ്വസ്ഥപ്പെടുന്ന രംഗമാണ് കർമ്മങ്ങൾ പരലോകത്ത് തൂക്കുന്ന ആ രംഗം. ആ രംഗത്ത് ഖുർആനിൽ പലയിടത്ത് പറയുന്നു, ഒരാൾ തൂക്കം നന്മ ചെയ്താൽ അത് കാണും. അണുതൂക്കം ഒക്കെ തൂക്കമാണ് പറയുന്നത്. തിന്മ ചെയ്താൽ അത് കാണുന്നില്ല. ആ പരലോകത്തിന് വേണ്ടി വളരെ ബോധപൂർവ്വം നമ്മൾ പ്രവർത്തിക്കണം. ചെറുതും വലുതുമായ കാര്യങ്ങളൊക്കെ ചെയ്യും. പരലോകത്ത് എന്ത് കിട്ടും എന്നത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ആ ഒരു ബോധത്തിൽ ജീവിക്കാൻ ശ്രമിക്കുക. അല്ലാഹു തൗഫീഖ് ചെയ്യും. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. മരണാനന്തര ജീവിതത്തിൽ മനുഷ്യനെ അഭിമുഖീകരിക്കുന്ന
രണ്ടാമത്തെ രംഗം ഖുർആൻ ഹദീസുകൾ വിശദമായി പറയുന്നു. വല്ലാതെ നമ്മൾ അസ്വസ്ഥമാക്കുന്ന രംഗമാണ്. ആർക്കും ബേജാറായി കാണുന്ന ഒരു രംഗമാണ്. അത് ഖുർആൻ പറയുന്നത് അവന്റെ കർമ്മങ്ങൾ രേഖപ്പെടുത്തിയ രേഖ കൈമാറുന്ന രംഗം. നമ്മുടെ പ്രവർത്തനങ്ങൾ ഖുർആൻ പറയുന്നു സൂക്ഷ്മ നിരീക്ഷണം നടത്തുന്ന രണ്ട് മലക്കുകൾ അതിൽ യമീൻ വശിമായി താഴെയും വലതുഭാഗത്തും ഇടതുഭാഗത്തൊക്കെ ഇരുന്നുകൊണ്ട് നമ്മുടെ കർമ്മങ്ങൾ ഓരോ വാക്കുകൾ മുറിയാടുന്നതിലേക്ക് പോകുന്നില്ല. നമ്മളതിന് ശാന്തമായിട്ട് ആലോചിച്ച് നമ്മൾ പറയുന്നതൊക്കെ രേഖയിൽ വരികയാണ്. തത്സമയം റെക്കോർഡ് ചെയ്യുകയാണ്. എല്ലാം റെക്കോർഡ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അതങ്ങനെ രേഖയിൽ കിടക്കുകയാണ്. അത് ഡിലീറ്റായി പോകുന്നില്ല. നമുക്ക് ഡിലീറ്റാക്കാൻ കഴിയുന്നില്ല. അങ്ങനെ കിടക്കുകയാണ്. അതൊക്കെ ശേഖരിച്ച ഒരു രേഖ പരലോകത്തിന്റെ കൈമാറുള്ളതാണ്. മലക്കൾ മുഖേന നമ്മൾ കൈ തരും. അത് തരുന്നത് അത് വായിച്ചു നോക്കാൻ അല്ലെങ്കിൽ അത് റീഡ് ചെയ്യാൻ എങ്ങനെയാണോ അന്നത്തെ സംവിധാനം അതനുസരിച്ച് സാധിക്കും. എല്ലാവർക്കും സാധിക്കും. അവരുടെ റീഡ് ചെയ്യാനുള്ള സംവിധാനം അവർക്ക് കഴിയും. അത് നോക്കുന്ന ആ സമയത്ത് അവരുടെ വലത് കയ്യിൽ ഗ്രന്ഥം കിട്ടുന്നവരുണ്ട്, ഇടത് കയ്യിൽ ഗ്രന്ഥം കിട്ടുന്നവരുണ്ട്. രണ്ട് വിഭാഗമാണ്. വലത് കയ്യിൽ ഗ്രന്ഥം കിട്ടുന്നവർ അവൻ എന്റെ കിതാബ് വായിച്ചു നോക്കുന്ന സന്തോഷത്തിലായിരിക്കും അയാൾ. കാരണം അയാളുടെ കർമ്മങ്ങൾ മുഴുവനും വന്നുവെങ്കിൽ ഏത് കർമ്മങ്ങൾ ദുനിയാവിൽ വെച്ച് കൂലി കിട്ടണം എന്ന പ്രതീക്ഷയിലാണ് ചെയ്ത കർമ്മങ്ങളൊക്കെ മുന്നിൽ കിടക്കുന്നു. എല്ലാം രേഖയിൽ കാണുകയാണ്. അയാൾക്ക് സന്തോഷിക്കാൻ അതിലേറെ വേറെ വല്ലതും വേണം. ഒന്നുമില്ല. അത്ര സന്തോഷമായിരുന്നു. വായിച്ചു നോക്കേണ്ടി. കാരണം അയാൾ ദുനിയാവിൽ ചെയ്തത് നിങ്ങൾ ആലോചിച്ചു. നമ്മളെ നമസ്കരിച്ചതും നോമ്പ് വയ്ക്കുന്നതും സമൂഹത്തിൽ ചെയ്ത സേവനങ്ങളും ചെറുതും വലുതുമായ സൽക്കർമ്മങ്ങളും നല്ല അതൊക്കെ രേഖയിൽ തെളിഞ്ഞു കാണും. സന്തോഷിക്കാൻ ഇതാ വായിച്ചു. പിന്നിലൂടെ ഇടത് കയ്യിൽ കിട്ടുന്ന ആളുകൾ ചെറുതോ വലുതോ ഒന്നും വിട്ടേച്ചിട്ടില്ലല്ലോ എന്ന് സങ്കടം പറയുക ഒരു കാര്യമില്ല. പക്ഷെ നമ്മുടെ കർമ്മങ്ങൾ വലതും ചെറുതുമായിട്ട് രണ്ടും നമ്മുടെ കയ്യിൽ രേഖകളിൽ അങ്ങേയറ്റം വിഭ്രാന്തമായി പോകുന്ന സന്ദർഭം, മനസ്സിന് നടുങ്ങി പോകുന്ന സന്ദർഭം. ആ ഗ്രന്ഥങ്ങളെ കൈമാറുന്ന രംഗത്ത് നമ്മുടെയൊക്കെ മനസ്സിൽ എന്തായാലും ഉണ്ടാകുന്നത് പടത്തിന് ഏത് കയ്യിലാണ് എന്റെ ഗ്രന്ഥം കിട്ടുക, ഏത് കയ്യിലാണ് എന്റെ കിതാബ് കിട്ടുന്നത്, എന്റെ സഹീഫത്തുകൾ കിട്ടുന്നത്, എന്റെ കർമ്മങ്ങൾ വലത് കയ്യിൽ കിട്ടുമോ ഇടത് കയ്യിൽ കിട്ടുമോ? നമുക്കത് തീരുമാനമാകുന്നവരെയും നമ്മുടെ മനസ്സെന്തായിരിക്കും. അത് വലത് കയ്യിൽ കിട്ടുമ്പോൾ സന്തോഷം ആലോചിച്ചു നോക്കുന്നുണ്ട്, അത് ഇടത് കയ്യിൽ കിട്ടുമ്പോൾ ഭീകരതയും ഭയാനകതയും ആലോചിച്ചു നോക്കുന്നുണ്ട്. ഇതാണ് മനുഷ്യരുടെ പ്രവർത്തനങ്ങളുടെ പര്യവസ്ഥ. ഇത് നമ്മൾ ആലോചിക്കണം. ചെറുതായാലും വലുതായാലും പരലോകത്ത് വരുമ്പോൾ നമ്മുടെ രേഖകൾ, കർമ്മങ്ങൾ, വിചാരണ നടപ്പിലൊക്കെ ഉറപ്പുള്ള സംഗതി. ഇവിടെ നമുക്ക് ഈ കാലത്ത് അതിലേക്ക് ബാക്കി നിൽക്കുന്ന വല്ലതും ചെയ്തു നോക്കാൻ നല്ല മനസ്സ് തോന്നിയാൽ, ചെറുതായാലും വലുതായാലും വലിയ നാടകങ്ങളും പ്രകടനങ്ങളൊന്നും ഇല്ലെങ്കിൽ നല്ല കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞാൽ അതൊക്കെ പരലോകത്തുണ്ടാവും. ആ ഒരു ബോധം നമുക്കുണ്ടാവുക. ആരാധനാ കർമ്മങ്ങളിൽ നിഷ്ഠ പുലർത്തുക എന്നത് പ്രധാന സംഗതിയാണ്. നമസ്കാരങ്ങളൊക്കെ കൃത്യമായി ജമാഅത്തിന് കഴിയുന്നിടത്തോളം എത്തുക, അതിൽ വീഴ്ച വരുത്താക്കുക, സുന്നത്ത് നമസ്കാരങ്ങൾ വർദ്ധിപ്പിക്കുക. നമസ്കാരത്തിന് ശേഷമുള്ള ഒരു 2 മിനിറ്റ് ഇരുന്ന് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു തആലയ്ക്ക് പ്രാർത്ഥിച്ച് സുന്നത്ത് നമസ്കരിച്ച് പോകാൻ നമ്മൾ നോക്കുക. അങ്ങനെയൊക്കെ നമുക്ക് ബാക്കി വെച്ചാൽ അതായിരിക്കും പരലോകത്തേക്ക് ബാക്കി ഇങ്ങനെ വെറുതെ ഇല്ലാതായി കൂടുതൽ കണ്ടുകൊണ്ടാണ്. ആ ബോധം നമ്മൾ നിലനിർത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിന്റെ കൽപ്പനകളനുസരിച്ച് ജീവിതം ചിട്ട